നമസ്കാരം. എൻ്റെ പേര് ആന്റണി ടോബിൻ തോമസ്. ഞാൻ ചീഫ് എംബ്രിയോളജിസ്റ്റാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻ്ററിൽ. ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്തൊക്കെ റൈറ്റ്സ് ആണ്, എന്തൊക്കെ അവകാശങ്ങളാണ് അവർക്കുള്ളതിനെ കുറിച്ചാണ്. മെയിനായിട്ടും പല ഇതും ഈ കപ്പിൾസിന് പറ്റുന്നത് ഫസ്റ്റ് ഇവർ ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്തത് തന്നെ ഇപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കപ്പിൾ സെൻ്റർ കണ്ടു, വന്നു, കൺസൾട്ടേഷൻ എടുത്തു. അങ്ങനെ ഒത്തിരി പേര് ഫെയിലിയറിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവകാശങ്ങളെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. ഏത് സെൻറ്ററിൽ പോയാലും നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും നല്ലൊരു സക്സസ് കിട്ടാനും കാര്യമാണ്. അപ്പം ഫസ്റ്റ് വിസിറ്റിൽ അതായത് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പം അവിടെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആരാണ്, അതുപോലെ തന്നെ എംബ്രിയോളജിസ്റ്റ് ഫുൾ ടൈം ഉണ്ടോ, അതുപോലെ നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, സർവീസസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക്കായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ കൺസൾട്ടേഷനിൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രോപ്പർ ഹിസ്റ്ററി, നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ, അതുപോലെ എന്താണ് ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് പ്ലാനായിട്ടാണ് വന്നേക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് ക്ലിയർ ആയിട്ട് പറയണം. ഒന്നത്. അപ്പം ഡോക്ടറും ആ ഒരു ഇനീഷ്യലി ഒരു പ്ലാൻ പറയും. എന്ത് ചെയ്താലാണ് നമുക്കൊരു സക്സസ് കിട്ടുക, അല്ലെങ്കിൽ ഇത്ര ശതമാനം സക്സസിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് കൗൺസിലിംഗ് സെഷൻ, വളരെ മിസ് ചെയ്യുന്നൊരു ഒരു 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 ഓപ്ഷനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ IVF കൗൺസിലിങ്ങിൻ്റെ വലിയൊരു പ്രാധാന്യമുണ്ട്. അത് മോസ്റ്റ്ലി ഇപ്പം നിയോവിറ്റലാണെങ്കിൽ എംബ്രിയോളജിസ്റ്റ് തന്നെയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇഞ്ചക്ഷനെ കുറിച്ചൊക്കെ നമ്മുടെ IVF നേഴ്സ് ഉണ്ട്. IVF നേഴ്സും കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഈ എംബ്രിയോളജിസ്റ്റ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് നോക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കും. ബ്ലഡ് ടെസ്റ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. അപ്പം സെമൻ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അത് മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്തെങ്കിലും വരുത്തേണ്ട ആവശ്യമുണ്ടോ, എല്ലാം പറഞ്ഞു തരും. പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ്, ഒരു IVF ലാബിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ് എന്ന് പറഞ്ഞൊരു പ്ലാൻ നമുക്ക് അവിടെ ഏകദേശം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ക്ലീനിഷ്യനും എംപ്ലോയീസും ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പ്ലാൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനകത്ത് ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് പ്ലാൻ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് അത് 2 3 വിസിറ്റായാലും കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലാൻ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാവുള്ളൂ. അതിപ്പോൾ ഓവുലേഷൻ ഇൻഡക്ഷൻ ആവാം, IUI ആവാം, അല്ലെങ്കിൽ IVF ആവാം. ഏത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയാലും എന്തിനാണ് ഇതെനിക്ക് ചെയ്യുന്നത്, ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് എത്രമാത്രം വിജയശതമാനം ഉണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് എത്രമാത്രം കോസ്റ്റ് വരും, ഇത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ മുന്നോട്ട് ഒരു പ്ലാൻ എടുത്ത് പോകാവൂ. പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, എത്ര ലീവ് ആവശ്യമുണ്ട്. അപ്പം പലരും ഇപ്പം നമ്മൾ പെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടായി, ആ സമയത്ത് വരാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അപ്പം നേരത്തെ കൂട്ടിയൊരു പ്ലാൻ ഉണ്ടാക്കും. വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു, അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ 3 മാസം ടൈം ചോദിച്ചു, ഓക്കെ വെയിറ്റ് കുറയ്ക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻസ്, ഇപ്പോൾ തൈറോയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ ലീവ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് ഒരു 15 ദിവസമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഇഞ്ചക്ഷൻസും എല്ലാം കൂടെ ചെയ്തിട്ട് 15 ദിവസത്തെ ലീവ് കൂടെ ആവശ്യമാണ്. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ട സർജറീസ് ഉണ്ടോ, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണുള്ളത്, അത് പ്ലാൻ ചെയ്ത് അപ്പോൾ ഒരു ബേസിക് ഒരു ലെവൽ കഴിഞ്ഞ് അടുത്തത് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ. പിന്നുള്ളത് മെഡിസിൻസിനെ കുറിച്ചാണ്. എന്തൊക്കെ മെഡിസിൻസ് ആണ് എനിക്ക് എടുക്കുന്നത്, ഞാൻ എന്തൊക്കെ ടാബ്ലറ്റ് കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, എന്ത് ഇഞ്ചക്ഷനാണ് എനിക്ക് എടുക്കുന്നത്, ഹോർമോൺ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അതുപോലെ എത്ര ഡോസ് എടുക്കണം, എത്ര ഡോസാണ് എടുക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞിരിക്കാനുള്ള റൈറ്റ്സ് ആസ് എ പേഷ്യൻറ്റ് നിങ്ങൾക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓവുലേഷൻ ഇഞ്ചക്ഷൻ പ്ലാൻ ചെയ്തു, IUI പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ IVF പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ ഡ്യൂറേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഡ്യൂറേഷൻ ചോദിച്ച പോലെ തന്നെ ഇഞ്ചക്ഷൻസിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ടിൻ്റെ സാധ്യത. അത് ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചക്ഷൻസ് എടുത്തു തുടങ്ങി സ്കാനൊക്കെ ചെയ്ത് വരുമ്പം കറക്റ്റായിട്ട് ഫോളിക്കിൾസ് അല്ലെങ്കിൽ എഗ്ഗ് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഡോക്ടറടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അത് 3 പ്രാവശ്യം, ഇപ്പോൾ IVFിലാണെങ്കിലും IUവിലാണെങ്കിലും 2 3 സ്കാനിംഗ് ഉണ്ട്. ആ സ്കാനിങ്ങിൻ്റെ സമയത്ത് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കണം എഗ്ഗിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, നല്ലതായിട്ട് വളർന്ന് വരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ അതിനിപ്പോൾ ഡോസ് കൂട്ടേണ്ട ആവശ്യമുണ്ടോ, കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ, എന്തൊക്കെ ചെയ്യാം, ഇനി റെസ്റ്റ് ചെയ്യാമോ, എക്സസൈസ് ചെയ്യാമോ, എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം, ഇതെല്ലാം റൈറ്റ്സിൽ പെടുന്നത്. അതെല്ലാം ചോദിച്ച് ഇപ്പം ചില സമയത്ത് നമ്മൾ തിരക്കുള്ള സമയത്ത് ഡോക്ടേഴ്സ് ചിലപ്പം പല കാര്യങ്ങളും വിട്ടുപോകും. പക്ഷെ അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ചോദിച്ച് കറക്റ്റായിട്ട് പോവുക. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ റിസൾട്ട് മോശമായി കഴിയുമ്പം ചിലപ്പം പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല, അയ്യോ പറഞ്ഞില്ല, അതിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി, ആദ്യം ചോദിച്ച് മനസ്സിലാക്കി. അപ്പം ഇതിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില പേഷ്യൻസ് നമ്മൾ ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് പറയും. ഇപ്പോൾ റിപ്പീറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ ഫോഴ്സൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ്, അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും, ഇതറിഞ്ഞിരിക്കണം. പിന്നെ PGS അല്ലെങ്കിൽ എംബ്രിയോ ബയോപ്സി ചെയ്യേണ്ട ഓപ്ഷൻ, ജനറ്റിക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം പ്രീവിയസ് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക.
പിന്നെ അത് എനിക്ക് ആ ഒരു ഓപ്ഷൻ നല്ലതാണോ, അതിൻ്റെ കോസ്റ്റ് എത്രമാത്രം വരും, അതിൻ്റെ റിസൾട്ട് അപ്പം വരും, അതുകൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ് എന്താ, ഇതും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു IVF ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിലാണ് നമ്മൾ ഈ ചെയ്ത എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം ഇതിനെ നമ്മൾ തിരിച്ച് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ ഒരു എംബ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഈ ഒരു എഗ്ഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് എഗ്ഗിൻ്റെ ക്വാളിറ്റി IVF ചെയ്യുന്ന സമയത്ത് എംബ്രിയോളജിസ്റ്റിന് അറിയാം. അപ്പോൾ എംബ്രിയോളജിസ്റ്റിന് ചോദിക്കുന്ന കാര്യം എത്ര എഗ്ഗ് കിട്ടി, അത് എത്ര മച്ചുവർ എഗ്ഗ് ഉണ്ട്, ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത് നമ്മൾ മിക്സി ആണ് ചെയ്തത് അല്ല IVF ആണ് ചെയ്തത്, അതിനകത്ത് എങ്ങനെയായിരുന്നു സ്പേമിൻ്റെ ക്വാളിറ്റി, അത് ഒരു നല്ല രീതിയിൽ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്നു. അതിനുശേഷം നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെക്ക് ചെയ്ത് ഡേ 1 പിന്നെ ഡേ 3 എംബ്രിയോയുടെ ക്വാളിറ്റി എത്ര എംബ്രിയോസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമുക്കിപ്പോൾ എഗ് നമ്പേഴ്സ് കുറവാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഡേ 3 തന്നെ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. 1 2 എംബ്രിയോസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് സൈക്കിളിൽ ഡേ 5 ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇപ്പോൾ സെക്കൻഡ് സൈക്കിൾ ഡേ 3 ആയിരിക്കും മാക്സിമം ചെയ്യാൻ നോക്കുക. 1 2 എംബ്രിയോസ് ഉണ്ടെങ്കിൽ ഒരു 5 എംബ്രിയോസിന് മേലിലുണ്ടെങ്കിൽ നമ്മൾ ഡേ 5 തന്നെ പോകും. അപ്പോൾ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എപ്പോഴും റിസൾട്ടിന് നല്ലത്. നമ്മൾ 100% ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡേ 5 തന്നെയാണ് ഒരു 90% പേഷ്യൻസിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈവൻ ഈ പറഞ്ഞ പോലെ 2 3 എംബ്രിയോ ആണെങ്കിൽ പോലും നമ്മൾ ഡേ 5 തന്നെ മാക്സിമം കൊണ്ടുപോയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കേസേഴ്സ്ഡ് ഹാച്ചിങ് നമ്മളെല്ലാ പേഷ്യൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫെസിലിറ്റീസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ. അതുപോലെ റിപ്പോർട്ട്സിൻ്റെ കാര്യം, റിപ്പോർട്ട്സ് പിന്നെ മേടിക്കുക എന്നുള്ളത് സ്റ്റാർട്ടിങ് തൊട്ട് കൺസൾട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് ഒ പി ഷീറ്റ് കിട്ടുന്ന പോലെ തന്നെ മെഡിസിൻസിൻ്റെ ബില്ലായിക്കോട്ടെ, അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകളുടെ അനാലിസിസ് ആയിക്കോട്ടെ, ബ്ലഡ് ടെസ്റ്റുകളായിക്കോട്ടെ, അത് കഴിഞ്ഞ് IVFൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞ് IVF സൈക്കിളിൻ്റെ സമ്മറി കിട്ടും, ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതിൻ്റെ കിട്ടും. എല്ലാ റിപ്പോർട്ട്സും നമ്മുടെ കയ്യിൽ വെക്കണം. അത് വേറെ ഒന്നുമില്ല, നമുക്ക് വീണ്ടും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പക്ഷേ ആ ലാബിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ ലാബിൽ പോവുകയാണെങ്കിൽ ഈ പ്രീവിയസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്, റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ലാബിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അതായത് നിങ്ങളുടെ ഹിസ്റ്ററി മനസ്സിലാക്കാം, എംബ്രിയോയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ റിപ്പോർട്ട്സും ചോദിച്ച് നിർബന്ധമായിട്ടും വാങ്ങുക എന്നുള്ളതും കൂടെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നുള്ളത് ഫോളോ അപ്പ് ആണ്. ഇപ്പം നമ്മൾ ഓരോ ലെവലിലും ഒരു ഫോളോ അപ്പ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം ക്ലിനിക്കിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടാവും. അതുകൂടാതെ നമ്മളെപ്പോഴാണ് ഓരോ സെക്ഷനിലും വിളിക്കുക, ഇപ്പോൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേയിലാണോ വിളിക്കേണ്ടത്, അതിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത്, അതുപോലെ എന്നാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് റിസൾട്ട് നോക്കേണ്ടത്, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ IVF കോർഡിനേറ്റർ ഉണ്ട്, IVF നേഴ്സ് ഉണ്ട്, എംബ്രിയോളജിസ്റ്റ് ഉണ്ട്, ക്ലിനീഷ്യൻ ഉണ്ട്, എല്ലാവരും ഈ ടീമിലുണ്ട്. അപ്പം മെഡിസിൻ്റെ സംശയമാണെങ്കിൽ നമുക്ക് ഫാർമസിൻ്റെ അടുത്ത് ചോദിക്കാം. ഈ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. ആ ഒരു റൈറ്റ്സ് എന്തായാലും പേഷ്യൻ്റിന് ഉണ്ട്. അതിപ്പോൾ എത്ര തിരക്കുള്ള ലാബാണെങ്കിലും എത്ര ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം.